ടൈം സ്റ്റോറീസ് എന്ന് ആ പേരിടാനുള്ള കാരണം ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു സംവിധായകനായിട്ടോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായിട്ട് കാണുന്നതിനേക്കാൾ ഒരു സ്റ്റോറി ടെല്ലറായിട്ട്, കണക്റ്റീവ്ലി ഒരു സ്റ്റോറി ടെല്ലറായിട്ട് കാണുന്നുള്ളതാണ്. അപ്പം കഥ പറയുന്ന ഒരാൾ എനിക്ക് സിനിമയുടെ വലിപ്പമോ അല്ലെങ്കിൽ അതൊന്നുമല്ല എന്നെ അട്രാക്ട് ചെയ്യുന്നത്. ആ കഥയിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത, ആ കഥയിലുള്ളൊരു വ്യത്യസ്തത, അല്ലെ കഥയുടെ ഭംഗി. ആ കഥ കേൾക്കാനും ഇഷ്ടമാണ്, പറയാനും ഇഷ്ടമാണ്. അപ്പം ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറയുന്ന പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വാക്ക് സെലക്റ്റായെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നു. കുറേ നാളുകൾ മുമ്പ് ഉണ്ടായ സംഭവം. ശരിക്കും സാറിൻ്റെ പേര് ഒരു പടത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എപ്പോഴും ആളുകൾ പെട്ടെന്ന് അത് ത്രില്ലറായിരിക്കും എന്നുള്ളൊരു ഗസ്സിലേക്ക് എത്തുന്നത് എപ്പോഴെങ്കിലും സാറിൻ്റെ ഒരു ഭാരമായിട്ട് വന്നിട്ടുണ്ടോ? അല്ല, സിനിമയെ ഞാനങ്ങനെ ടാഗ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ മമ്മി അന്നി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്, മൈ ബോസ് ചെയ്തിട്ടുണ്ട്, ലൈഫ് ഓഫ് യൂസൂട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അവസാനം നുണക്കുഴി ചെയ്തു. എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാനും ഇഷ്ടമാണ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഫൈനലി ലാൻഡ് ആവുന്നത് ചിലപ്പോൾ ത്രില്ലേഴ്സിലേക്കായിരിക്കും. അതല്ല, പല പ്രൊഡ്യൂസേഴ്സും വരുമ്പോൾ ദേ ആർ എക്സ്പെക്ടിങ് ത്രില്ലേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കോർട്ടൂൺ ഡ്രാമ ചെയ്തു. അപ്പം ഇനി അങ്ങോട്ട് വ്യത്യസ്തമായ സിനിമകൾ നമ്മൾ ആലോചിക്കുന്നു. സാറ് നോക്കുമ്പോൾ സാറിൻ്റെ ഫിലിമോഗ്രാഫിയിൽ ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ജോണറും ചെയ്യുന്നുണ്ടല്ലോ, പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞെന്നാണ് വിചാരിക്കാറ്. ശ്രദ്ധിക്കപ്പെട്ടു, അതുപോലെ ഒരു ലെവലിലേക്ക് വന്നു, അതുകൊണ്ട് വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ വേറെ ജോണർ ചെയ്താലും ആൾക്കാരത് സ്വീകരിക്കും. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പം ഞാൻ നുണക്കുഴിയൊക്കെ ചെയ്തപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു, സാറെന്തിനെ ഇങ്ങനത്തെ പടം ചെയ്തത്. അവർക്ക് അങ്ങനത്തെ പടം ഞാൻ ചെയ്യുന്നത് കാണാൻ താല്പര്യമില്ല. പക്ഷെ അത് ഇഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചിലത് ചൂസ് ചെയ്ത് ചില പർട്ടിക്കുലർ ജോണർ ചെയ്യും. സാറിനോട് ഞങ്ങളിത് ചോദിച്ചില്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഞങ്ങളെ വെളിയിൽ വിടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അവസാനമായിട്ട് ആ ചോദ്യം ചോദിച്ചത്. ആക്ച്വലി ഇന്നലെയായിരുന്നു ദൃശ്യം 3യുടെ സെൻസർ കഴിഞ്ഞു. അപ്പോൾ മെയ് 21 തിയേറ്ററുകളിലേക്ക് എത്തും. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ നുണ പറയുക എന്ന് പറയും. കാരണം അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി പറയാനൊന്നുമില്ല. 21 തിയേറ്ററിൽ വരും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. അതിനു മുമ്പ് എല്ലാവരും ദൃഢം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു തോന്നലുണ്ടാവാം, ഇതുപോലത്തെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെ ട്രെയിലറുകൾ എത്രയോ കണ്ടിരിക്കുന്നു, കുറേ മാനസിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രഷേഴ്സും. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ ഒരു കേസല്ല, ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ കേസസ് വരും. അപ്പോൾ ഇതുപോലെ ഈ ക്യാരക്ടറിൻ്റെ മുന്നിലേക്ക് ഓരോ ദിവസവും ഓരോരോ കേസുകളും പ്രശ്നങ്ങളും വരുന്നു. അതിൽ ചിലത് ഭയങ്കര സങ്കീർണമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു തുടക്കക്കാരെന്ന നിലയിൽ എക്സ്പീരിയൻസ് ആയാലും നമ്മൾ വിട്ടു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കും, ദിസ് ഈസ് ദ ഡിഫറൻസ്. നമ്മളൊരു ഫസ്റ്റ് ടൈം ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓൾ കേരള ആക്ടിവേഷൻ ഹെഡ് റെഡ് FM പാർവതി നായർ. എന്താണ് പറയുന്നത്? ആദ്യം തന്നെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഷീൻ നിഗമന്റെ എല്ലാവരും. സോ ട്രിവാൻഡ്രത്തിനോട് ഫസ്റ്റ് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേക നന്ദി. ആൻഡ് ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. ആൻഡ് തുടക്കം ഒരു ഫ്രഷറായിട്ട് തന്നെ നമുക്ക് അഭിനയിക്കണം. സിനിമയിലെ ഫ്രഷർ ആയിട്ടുള്ള ഒരാളല്ല ഷെയ്ൻ. സോ ഒരു ഫ്രഷർ എന്ന രീതിയിൽ അഭിനയത്തിലാണ് കൊണ്ടുവരേണ്ടത്. അതൊരു ടഫായിട്ടുള്ള കാര്യമായിരുന്നു. പോലീസ് വേഷത്തിൽ അത്യാവശ്യം ഫ്രഷർ ആയതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അത്ര ടഫായിരുന്നില്ല. പക്ഷെ ഇത് മൂന്നാമത്തെ പോലീസ് വേഷമാണ്. മൂന്നാമത്തെ പോലീസ് വേഷമാണ്. SI ക്യാരക്ടറായിട്ട് രണ്ടാമത്തെയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ജിത്തു സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊരു ജോണറിൽ പെടുത്തുന്നൊരു സിനിമയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. ഉറപ്പായിട്ടും അത് അങ്ങനത്തെ സിനിമയാണ്. പക്ഷേ സംതിങ് മോർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഉറപ്പായിട്ടും.